ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്ത ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈവേ വികസനത്തിനായി 25ലധികം ക്ഷേത്രങ്ങളിൽ നിന്നായി വിട്ടു നൽകിയത് 4.55 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളും. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം വ്യാപകമായി ഭൂമിനഷ്ടം ഉണ്ടായി. നഷ്ടപരിഹാര തുകയായി അനുവദിച്ച കോടികൾ സർക്കാർ കൈക്കലാക്കിയത് ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. ജനം എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 25 ക്ഷേത്രങ്ങളുടെയും ഉപക്ഷേത്രങ്ങളുടേതുമായി 4.55 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളുമാണ് ദേശീയപാത വികസനത്തിനായി വിട്ടു നൽകിയത്. ഇതിൽ ക്ഷേത്രഭാഗങ്ങൾക്കൊപ്പം വരുമാന മാർഗങ്ങളായിരുന്ന ലോഡ്ജുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമെല്ലാം ഉൾപ്പെടും. തിരുവനന്തപുരം വർക്കല ദേവസ്വം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിന്റെ മാത്രം 1.10 ഏക്കർ ഭൂമിയാണ് ഹൈവേക്കായി വിട്ടു നൽകിയത്. ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെടുന്ന തോന്നൽ ദേവി ക്ഷേത്രം, കഴക്കൂട്ടം ശ്രീമഹാദേവ ക്ഷേത്രത്തിന്റെ ഉപദേവതയായ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നിവയ്ക്കും 9 സെന്റോളം ഭൂമി നഷ്ടമായി. കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര മുതൽ പടനായർകുളങ്ങരയും പുതിയകാവും വരെയുള്ള 6 ദേവസ്വങ്ങൾക്ക് നഷ്ടമായത് 85 സെന്റോളം ഭൂമി. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ഹരിപ്പാട്, വൈക്കം ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന 16 ദേവസ്വങ്ങൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഉപക്ഷേത്രങ്ങളിൽ നിന്നുമായി ഏറ്റെടുത്തത് 2.51 ഏക്കർ ഭൂമിയും അനുബന്ധ നിർമ്മിതികളുമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 27 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ലാൻഡ് അക്വിസിഷൻ അതോറിറ്റി സർക്കാരിലേക്ക് കൈമാറിയത്. ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ലാൻഡാണെന്ന വ്യാജ അവകാശവാദം ഉന്നയിച്ചാണ് സർക്കാർ ഈ തുക കൈക്കലാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 2.04 ഏക്കർ ഭൂമിയും അനുബന്ധ നിർമ്മിതികളും ഹൈവേക്കായി വിട്ടു നൽകിയിരുന്നു. ഭൂമി മൂല്യവും മറ്റ് ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ ആലപ്പുഴയിലേക്കാൾ കൂടുതൽ നഷ്ടപരിഹാര തുകയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അനധികൃതമായി സർക്കാർ കൈക്കലാക്കിയ കോടികളുടെ കണക്ക് ഇനിയും കുതിച്ചുയരും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.